നമസ്കാരം, താനിസ് PH ടിപ്സിലേക്ക് സ്വാഗതം. കറണ്ട് അഫയേഴ്സ് ആണ് 2025 ചോദിച്ചിട്ടുള്ള കറണ്ട് അഫയേഴ്സ്. ഇനി വരാൻ പോകുന്ന LDC വെബ്കോ LDC എക്സാം, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എക്സാം, അതേപോലെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എക്സാമിനേഷൻസ് ഒക്കെ തന്നെ കറണ്ട് അഫയേഴ്സ് നല്ല രീതിയിൽ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. കറണ്ട് അഫയേഴ്സ് എപ്പോഴും ഒന്ന് മിനുക്കി തേച്ച് വെച്ച് പോകണം. അപ്പോൾ എപ്പോഴും ആവർത്തിച്ച് അല്ലെങ്കിൽ പഠിക്കുന്ന ഭാഗങ്ങൾ ഒന്നുകൂടി ആവർത്തിച്ച് പഠിക്കേണ്ടത് തന്നെയാണ് കറണ്ട് അഫയേഴ്സ്. നോക്കാം. ഒന്നാമത്തെ ചോദ്യം, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനായി നിയമിതനായത് ആരാണ്? യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനായി നിയമിതനായത് ആരാണ്? ഡോക്ടർ അജയ് കുമാർ. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ആയി യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ UPSC യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനായി നിയമിതനായത് ആരാണ്? ഡോക്ടർ അജയ് കുമാർ. ഡോക്ടർ അജയ് കുമാർ. ഡോക്ടർ അജയ് കുമാറാണ് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനായിട്ടുള്ളത്. ഡോക്ടർ അജയ് കുമാറാണ് UPSC ചെയർമാൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ 17ാമത് ഉപരാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ്? ഇന്ത്യയുടെ 17ാമത് ഉപരാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ്? CP രാധാകൃഷ്ണൻ. CP രാധാകൃഷ്ണൻ. CP രാധാകൃഷ്ണനെ ആണ് ഇന്ത്യയുടെ 17ാമത് ഉപരാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇന്ത്യയുടെ 17ാമത്തെ ഉപരാഷ്ട്രപതി ആരാണ്? CP രാധാകൃഷ്ണൻ. UPSCയുടെ ചെയർമാൻ ആരാണ്? ഡോക്ടർ അജയ് കുമാർ. ഇന്ത്യയുടെ 17ാമത്തെ ഉപരാഷ്ട്രപതി ആരാണ്? CP രാധാകൃഷ്ണൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ പുതിയ ധനകാര്യ സെക്രട്ടറി. ഇന്ത്യയുടെ പുതിയ ധനകാര്യ സെക്രട്ടറി ആരാണ്? അജയ് സേത്ത്. അജയ് സേത്ത് ആണ് ഇന്ത്യയുടെ പുതിയ ധനകാര്യ സെക്രട്ടറി. ധനകാര്യ സെക്രട്ടറി. സേത്ത് വെൽത്ത്, ധനകാര്യം. സേത്ത് വെൽത്ത് എന്ന് ഓർക്കാം. അജയ് സേത്ത്. ജയ് ധനം, വെൽത്ത്. സേത്തും വെൽത്തുമാണ്. ഇന്ത്യയുടെ പുതിയ ധനകാര്യ സെക്രട്ടറി അജയ് സേത്ത്. ഒന്നുകൂടി, UPSC ചെയർമാൻ, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാൻ ഡോക്ടർ അജയ് കുമാർ. ഇന്ത്യയുടെ 17ാമത്തെ ഉപരാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് CP രാധാകൃഷ്ണൻ. 17ാമത്തെ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. 17th ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ഇന്ത്യയുടെ പുതിയ ധനകാര്യ സെക്രട്ടറി, വെൽത്ത് സെക്രട്ടറി, ധനകാര്യ സെക്രട്ടറി അജയ് സേത്ത്. അജയ് സേത്ത്. UPSC ചെയർമാൻ ഡോക്ടർ അജയ് കുമാർ. ഇന്ത്യയുടെ 17th ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ധനകാര്യ സെക്രട്ടറി, വെൽത്ത് സെക്രട്ടറി, ധനകാര്യ സെക്രട്ടറി അജയ് സേത്ത്. അടുത്ത ക്വസ്റ്റ്യൻ, കേന്ദ്ര വിവരാവകാശ കമ്മീഷണറായി നിയമിതനായ മലയാളി. കേന്ദ്ര വിവരാവകാശ കമ്മീഷണർ ആയി നിയമിതനായ മലയാളി ആരാണ്? മലയാളി ആരാണ്? PR രമേശ്. മലയാളിയാണ് രമേശ്. കേന്ദ്ര വിവരാവകാശ കമ്മീഷണറായി നിയമിതനായ ആദ്യത്തെ മലയാളി PR രമേശ്. മലയാളിയാണ് ആദ്യത്തെ മലയാളി PR രമേശ്. കേന്ദ്ര വിവരാവകാശ കമ്മീഷണറായി നിയമിതനായ ആദ്യത്തെ മലയാളിയാണ് ആര്? PR രമേശ്. രമേശ് മലയാളി. കേന്ദ്ര വിവരാവകാശ കമ്മീഷണറായി നിയമിതനായ ആദ്യത്തെ മലയാളി ആരാണ്? PR രമേശ്. അടുത്തത്, ഇന്ത്യയുടെ 23ാമത് നിയമ കമ്മീഷൻ ചെയർമാൻ. ഇന്ത്യയുടെ 23ാമത്തെ നിയമ കമ്മീഷൻ ചെയർമാൻ. ഇന്ത്യയുടെ 23rd ആണ് 23ാമത്തെ നിയമ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ജസ്റ്റിസ് ദിനേശ് മഹേശ്വരി. ജസ്റ്റിസ് ദിനേശ് മഹേശ്വരി. ഇന്ത്യയുടെ 23ാമത്തെ നിയമ കമ്മീഷൻ ചെയർമാൻ ദിനേശ്. നിയമ കമ്മീഷൻ ചെയർമാൻ ദിനേശ് മഹേശ്വരി. നിയമ കമ്മീഷൻ ദിനേശ് മഹേശ്വരി. നിയമമാകുമ്പോൾ ജസ്റ്റിസ് ദിനേശ് മഹേശ്വരിയാണ് 23ാമത്തെ നിയമ കമ്മീഷൻ ചെയർമാൻ. ഇന്ത്യയുടെ 23ാമത്തെ നിയമ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ജസ്റ്റിസ് ദിനേശ് മഹേശ്വരി. ജസ്റ്റിസ് ദിനേശ് മഹേശ്വരി. 23rd നിയമ കമ്മീഷൻ. നിയമം ദിനേശ് കമ്മീഷൻ.
ദിനേശ് മഹേശ്വരി. 23ാമത്തെ നിയമ കമ്മീഷൻ ജസ്റ്റിസ് ദിനേശ് മഹേശ്വരി. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ 53ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. ഇന്ത്യയുടെ 53ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? 53ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ജസ്റ്റിസ് സൂര്യകാന്ത്. ജസ്റ്റിസ് സൂര്യകാന്ത്. ജസ്റ്റിസ് സൂര്യകാന്ത് ആണ് 53ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. ജസ്റ്റിസ് സൂര്യകാന്ത്. 53ാമത്തെ സുപ്രീം കോർട്ട് ചീഫ് ജസ്റ്റിസ് ആരാണ്? ജസ്റ്റിസ് സൂര്യകാന്ത് ആണ്. 52 ആരായിരുന്നു? BR. 52 എന്ന് പറയുമ്പോൾ അത് BR ഗവായ്. 52ാമത്തത് BR ഗവായ്. 53ാമത് സുപ്രീം കോർട്ട് ചീഫ് ജസ്റ്റിസ് ആരാണ്? ജസ്റ്റിസ് സൂര്യകാന്ത്. ഓക്കെ, ഒന്നുകൂടി, കേന്ദ്ര വിവരാവകാശ കമ്മീഷണറായി നിയമിതനായ ആദ്യത്തെ മലയാളി ആരാണ്? PR രമേശ്. PR രമേശ്. ആദ്യത്തെ മലയാളി PR രമേശ്. ഇന്ത്യയുടെ 23ാമത് നിയമ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് ദിനേശ് മഹേശ്വരി. ജസ്റ്റിസ് ദിനേശ് മഹേശ്വരിയാണ്. ഇന്ത്യയുടെ 53ാം സുപ്രീം കോർട്ട് ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് സൂര്യകാന്ത്. 53ാം സുപ്രീം കോടതി ജസ്റ്റിസ് സൂര്യകാന്ത്. 52 BR ഗവായ്. 52 BR ഗവായ്. 52 BR ഗവായ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇന്ത്യയുടെ അറ്റോർണി ജനറലായി വീണ്ടും നിയമിതനായത്. ഇന്ത്യയുടെ അറ്റോർണി ജനറലായി വീണ്ടും നിയമിതനായത് ആരാണ്? അറ്റോർണി ജനറലായി നിയമിതനായത് ആരാണ്? R വെങ്കിട്ടരമണി. ഇന്ത്യയുടെ അറ്റോർണി ജനറലായി വീണ്ടും നിയമിതനായ വ്യക്തി ആരാണ്? R വെങ്കിട്ടരമണി. അറ്റോർണി ജനറൽ R വെങ്കിട്ടരമണി. അറ്റോർണി വെങ്കിട്ടരമണി. അറ്റോർണി ജനറൽ R വെങ്കിട്ടരമണി. ഇന്ത്യയുടെ പുതിയ മുഖ്യ വിവരാവകാശ കമ്മീഷണർ. ഇന്ത്യയുടെ പുതിയ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? രാജ്കുമാർ ഗോയൽ. എല്ലാവർക്കും അറിയാവുന്നതൊക്കെ ആണെങ്കിലും ഒന്നുകൂടി നോക്കിപ്പോവാം. അടുത്തത്, ഇന്ത്യയുടെ 26ാമത് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ. ഗ്യാനേഷ് കുമാർ. ഒന്നുകൂടി, ഇന്ത്യയുടെ അറ്റോർണി ജനറലായി വീണ്ടും നിയമിതനായ വ്യക്തിയാണ് R വെങ്കിട്ടരമണി. ഇന്ത്യയുടെ പുതിയ മുഖ്യ വിവരാവകാശ കമ്മീഷണർ രാജ്കുമാർ ഗോയൽ. 26ാമത് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ. അടുത്തത്, ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസി. ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസി ഏതാണ്? റോയാണ്. ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസി എന്താണ്? റോയാണ്. റോയുടെ ഫുൾ നെയിം എന്താണ്? റോയുടെ ഫുൾ നെയിം റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്. അനാലിസിസ് വിങ്. റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ് എന്നാണ് റോയുടെ ഫുൾ ഫോം. റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ് അല്ലേ? ഈ RAW. റിസർച്ചിൻ്റെ R, A അനാലിസിസ്, വിങ് W. അനാലിസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വിശകലനം ചെയ്ത് നോക്കുന്നത്. റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ് ആണ് റോ. അപ്പോൾ റോയുടെ തലവൻ ആരാണ്? പരാഗ് ജെയിൻ. പരാഗ് ജെയിൻ ആണ് റോയുടെ തലവൻ. ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസിയാണ് ഏത്? റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ് എന്ന് പറയുന്ന റോ. റോയുടെ തലവൻ ആരാണ്? പരാഗ് ജെയിൻ. റോയുടെ തലവൻ പരാഗ് ജെയിൻ. റോയുടെ തലവൻ പരാഗ് ജെയിൻ. ഓക്കെ. ദേശീയ സുരക്ഷാ സമിതി അധ്യക്ഷൻ. ദേശീയ സുരക്ഷാ സമിതി അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? അലോക് ജോഷി. ദേശീയ സുരക്ഷാ സമിതി. ദേശീയ സുരക്ഷാ സമിതി. ദേശീയ സുരക്ഷാ സമിതിയുടെ അധ്യക്ഷൻ. ദേശീയ സുരക്ഷാ സമിതി അധ്യക്ഷനായി നിയമിതനായ വ്യക്തിയാണ് ആര്? അലോക് ജോഷി. സുരക്ഷയുടെ തലവൻ, സുരക്ഷയുടെ അധ്യക്ഷൻ അലോക് ജോഷി. സുരക്ഷ, ദേശീയ സുരക്ഷ അലോക് ജോഷി. ദേശീയ സുരക്ഷാ സമിതി അധ്യക്ഷൻ അലോക് ജോഷി. ISROയുടെ പുതിയ ചെയർമാൻ ആരായിരുന്നു?
ISROയുടെ പുതിയ ചെയർമാൻ ഡോക്ടർ വി നാരായൺ. ഇപ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും ISRO പുതിയ ചെയർമാൻ ഡോക്ടർ വി നാരായൺ. റോയുടെ തലവൻ പരാഗ് ജെയിൻ. റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ് റോ, അതിൻ്റെ തലവൻ പരാഗ് ജെയിൻ. ദേശീയ സുരക്ഷാ സമിതി അധ്യക്ഷൻ അലോക് ജോഷി. ISROയുടെ പുതിയ ചെയർമാൻ ഡോക്ടർ വി നാരായണൻ. അടുത്ത ക്വസ്റ്റ്യൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയി നിയമിതനായ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മുഖ്യ ഗവർണർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി നിയമിതനായ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മുൻ ഗവർണർ. ചോദ്യം കൂടി, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി നിയമിതനായി ആര്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മുൻ ഗവർണർ. ആ വ്യക്തി ആരാണ്? ശക്തികാന്ത് ദാസ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മുൻ ഗവർണർ ആയിരുന്നു ആര്? ശക്തികാന്ത് ദാസ്. ഇപ്പോൾ അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ്. ശക്തികാന്ത് ദാസ് അദ്ദേഹം പ്രിൻസിപ്പൽ സെക്രട്ടറിയായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി നിയമിതനായ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മുൻ ഗവർണർ അദ്ദേഹം ആരാണത്? ശക്തികാന്ത് ദാസ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മുൻ ഗവർണർ ആയിരുന്നു. ഇപ്പോൾ അദ്ദേഹം പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി. ഓക്കെ, നെക്സ്റ്റ്, സതീഷ് ധവാൻ സ്പേസ് സെന്റർ ഡയറക്ടർ. സതീഷ് ധവാൻ സ്പേസ് സെന്റർ ഡയറക്ടർ ആരാണ്? ES പത്മകുമാർ ആണ് സതീഷ് ധവാൻ സ്പേസ് സെന്ററിന്റെ ഡയറക്ടറായി തിരഞ്ഞെടുക്കപ്പെട്ടേക്കുന്നത്. ES പത്മകുമാർ. അടുത്തത്, വിക്രം സാരാഭായ് സ്പേസ് സെന്റർ ഡയറക്ടർ. ആരാണ്? വിക്രം സാരാഭായ് സ്പേസ് സെന്റർ ഡയറക്ടർ അത് ഡോക്ടർ എ രാജരാജൻ. വിക്രം സാരാഭായ് സ്പേസ് സെന്റർ ഡയറക്ടറായി നിയമിതനായതും തിരഞ്ഞെടുക്കപ്പെട്ടതും ആരെയാണ്? ഡോക്ടർ എ രാജരാജൻ. ഓക്കെ, സതീഷ് ധവാൻ സ്പേസ് സെന്റർ ES പത്മകുമാർ, വിക്രം സാരാഭായുടേത് ഡോക്ടർ എ രാജരാജൻ. സതീഷ് ധവാൻ ഡയറക്ടർ പത്മകുമാർ, ES പത്മകുമാർ. വിക്രം സാരാഭായ് സ്പേസ് സെന്റർ ഡയറക്ടർ ഡോക്ടർ എ രാജരാജൻ. അപ്പോൾ മുൻ റിസർവ് ബാങ്ക് ഗവർണർ ശക്തികാന്ത് ദാസിന്റെ ഇപ്പോഴത്തെ ഡ്യൂട്ടി എന്താണ്? പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി. സതീഷ് ധവാൻ സ്പേസ് സെന്റർ ഡയറക്ടർ ആരാണ്? ES പത്മകുമാർ. വിക്രം സാരാഭായ് സ്പേസ് സെന്റർ ഡയറക്ടർ ആരാണ്? ഡോക്ടർ എ രാജരാജൻ. അടുത്തത്, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. എന്ന് പറഞ്ഞാൽ എന്താണ്? സെബി അല്ലെ? സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. സെബിയുടെ പുതിയ ചെയർമാൻ ആരാണ്? തുഹിൻ കാന്ത പാണ്ഡെ എന്നുള്ളത് ഇങ്ങനെ നായും ഉണ്ടായുള്ള കേട്ടോ, അതിൽ കിട്ടാത്തതുകൊണ്ടാണ് ഇംഗ്ലീഷ് വിട്ടേക്കുന്നത് ഞാൻ. തുഹിൻ കാന്ത പാണ്ഡെ നായും അല്ലെ? നായിടത് വന്നിട്ട് ഉണ്ട്. പാണ്ഡെ നായും ഡായങ്ങളുള്ള വാക്കാണ് പാണ്ഡെ. തുഹിൻ കാന്ത പാണ്ഡെയാണ് സെബിയുടെ ഇപ്പോഴത്തെ ചെയർമാൻ. സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ സെബിയുടെ ഇപ്പോഴത്തെ പുതിയ ചെയർമാൻ തുഹിൻ കാന്ത പാണ്ഡെ. ഓക്കെ, ഡൽഹിയുടെ മുഖ്യമന്ത്രി രേഖ ഗുപ്തയാണ് അല്ലെ? അതായത് അവരെന്ന് പറയുമ്പോൾ സുഷമ സ്വരാജ്, അതുപോലെ ഷീലാ ദീക്ഷിത്, അദിതി മർലേന. അതുപോലെ അദിതി മർലേന ഇവരൊക്കെ കഴിഞ്ഞ ശേഷം വന്നിട്ടുള്ള ഡൽഹിയുടെ മുഖ്യമന്ത്രിയാകുന്ന നാലാമത്തെ വ്യക്തിയാണ് ആര്? രേഖാ ഗുപ്ത. നാലാമത്തെ വനിതാ മുഖ്യമന്ത്രിയാണെന്ത്? രേഖാ ഗുപ്ത. ഡൽഹിയുടെ നാലാമത്തെ വനിതാ മുഖ്യമന്ത്രിയാണ് രേഖാ ഗുപ്ത. സുഷമ സ്വരാജ്, ഷീലാ ദീക്ഷിത്, അദിതി മർലേന എന്നിവർക്ക് ശേഷം വരുന്ന
ഡൽഹിയുടെ 4ാമത്തെ വനിതാ മുഖ്യമന്ത്രിയാണ് ആര്? രേഖാ ഗുപ്ത എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിൻ്റെ പ്രഥമ മാനസികാരോഗ്യ അംബാസഡർ ആയി നിയമിതനായ ബോളിവുഡ് താരം. കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം, എപ്പോഴും നമ്മൾ കേൾക്കുന്നില്ലേ കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം അല്ലേ, വാർത്തകൾ കേൾക്കാം ഇങ്ങനെ. അതിൻ്റെ പണ്ട് റേഡിയോയിലാണ് അങ്ങനെ കേട്ടുകൊണ്ടിരുന്നത്. കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമം, ഇപ്പോഴും നമ്മൾ FM TV തുറന്നാൽ അങ്ങനെ കേൾക്കാൻ പറ്റും. കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിൻ്റെ പ്രഥമ മാനസികാരോഗ്യ അംബാസഡർ ആയി നിയമിതനായ ബോളിവുഡ് താരം ദീപിക പദുകോൺ അല്ലെ, മാനസികാരോഗ്യ അംബാസഡർ. പ്രഥമ മാനസികാരോഗ്യ അംബാസഡർ ആരല്ലേ? എന്താണ് അതിൻ്റെ? ദീപിക പദുകോണിൻ്റെ രൂപമൊക്കെ മനസ്സിൽ വരുന്നുണ്ടാവും അല്ലേ? ദീപിക പദുകോണാണ്. അപ്പോൾ സ്പീഡൊക്കെ ആണെങ്കിൽ നിങ്ങൾ സ്പീഡ് കുറച്ചിട്ടൊക്കെ വെച്ച് കാണാൻ ശ്രമിക്കണം. കറണ്ട് അഫെയർ പഠിച്ചു എപ്പോഴും പഠിച്ചുകൊണ്ടേയിരിക്കണം, അല്ലെങ്കിൽ മറന്നുപോകും കേട്ടോ. മറന്നുപോകും എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ പഠിച്ചുകൊണ്ടേയിരിക്കണം. നെക്സ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാം. ഇതിപ്പോൾ 20 ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ. അടുത്ത 20 ക്വസ്റ്റ്യൻസുമായി അടുത്ത ദിവസം വരാം. കുറേശ്ശെ പഠിച്ചാലേ നമുക്ക് നിൽക്കുകയുള്ളൂ. ഒന്നാമത്തേത്, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനായി ചെയർമാനായി നിയമിതനായ വ്യക്തി ആരാണ്? UPSA ചെയർമാൻ ഡോക്ടർ അജയ് കുമാർ. ഇന്ത്യയുടെ 17ാമത് ഉപരാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? CP രാധാകൃഷ്ണൻ. ഇന്ത്യയുടെ പുതിയ ധനകാര്യ സെക്രട്ടറി വെൽത്ത് അജയ് സേത്ത്. കേന്ദ്ര വിവരാവകാശ കമ്മീഷണറായി നിയമിതനായ ആദ്യത്തെ മലയാളി PR രമേശ്. ഇന്ത്യയുടെ 23ാമത് നിയമ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് ദിനേശ് മഹേശ്വരി. ഇന്ത്യയുടെ 53ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്. 52 ഗവായ്. ഇന്ത്യയുടെ അറ്റോർണി ജനറലായി വീണ്ടും നിയമിതനായത് അറ്റോർണി ജനറൽ R വെങ്കിട്ട രമണി. ഇന്ത്യയുടെ പുതിയ മുഖ്യ വിവരാവകാശ കമ്മീഷണർ രാജ്കുമാർ ഗോയൽ. ഇന്ത്യയുടെ 26ാമത് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ. ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസി ഏതാണ്? രഹസ്യാന്വേഷണ ഏജൻസി റിസർച്ച് ആൻഡ് അനാലിസിസ്, റോയുടെ തലവൻ പരാഗ് ജെയിൻ. ദേശീയ സുരക്ഷാ സമിതി അധ്യക്ഷൻ, ദേശീയ സുരക്ഷ അലോക് ജോഷി. ISROയുടെ പുതിയ ചെയർമാൻ ഡോക്ടർ VR നാരായണൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി നിയമിതനായ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മുൻ ഗവർണർ ശക്തികാന്ത് ദാസ്. സതീഷ് ധവാൻ സ്പേസ് സെന്റർ ഡയറക്ടർ ES പത്മകുമാർ. സതീഷ് പത്മകുമാർ. വിക്രം സാരാഭായ് സ്പേസ് സെന്റർ ഡയറക്ടർ രാജരാജൻ. രാജാരാമണ്ണയൊക്കെ പഠിച്ചിട്ടില്ല നേരത്തെ, അതുപോലെ ഓർത്ത് വെക്കണം. വിക്രം സാരാഭായ് സ്പേസ് സെന്റർ ഡയറക്ടർ ഇപ്പോഴത്തെ ഡോക്ടർ A രാജരാജൻ. അടുത്ത ക്വസ്റ്റ്യൻ, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ പുതിയ ചെയർമാൻ, സെബിയുടെ പുതിയ ചെയർമാൻ തുഹിൻ കാന്ത് പാണ്ഡെയാണ്. ഡൽഹിയുടെ മുഖ്യമന്ത്രി രേഖാ ഗുപ്ത, 4ാമത്തെ വനിത. കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിൻ്റെ പ്രഥമ മാനസികാരോഗ്യ അംബാസഡർ. ആദ്യത്തെ മാനസികാരോഗ്യ അംബാസഡർ ആയി നിയമിതനായ വ്യക്തി ബോളിവുഡ് താരം ഏതാണ്? ദീപിക പദുകോണാണ് പ്രഥമ മാനസികാരോഗ്യ അംബാസഡർ. കേന്ദ്രമാണത്. താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത 20 ക്വസ്റ്റ്യൻസുമായ ഒരു കറണ്ട് അഫയേഴ്സ് നെക്സ്റ്റ് വീക്കിൽ അല്ലെങ്കിൽ 2 days കഴിയുമ്പോൾ ഇടുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. ബാക്കി ആവർത്തന ചോദ്യങ്ങൾ കാണാൻ ശ്രമിക്കണം. സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.